ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങളൊക്കെ? സുഖമല്ല എല്ലാവർക്കും? ഞമ്മക്കും ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടോക്കിയും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരാരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ. അപ്പം ഇന്നിപ്പോൾ ഞങ്ങൾ പാടത്തേക്ക് ഇറങ്ങി പോവുകയാണ്. കുറേ ദിവസമായി കേട്ടോ പാടത്തേക്ക് പോയിട്ട്. അപ്പം ഇന്ന് പാടത്തെ വിശേഷങ്ങളൊക്കെ പറയാമെന്ന് കരുതിയിട്ട് ഇന്ന് കുറച്ച് പാടത്ത് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ കുറേ ആയിട്ടോ പാടത്തെ വിശേഷങ്ങൾ നമ്മൾ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് പാടത്തെ വിശേഷങ്ങളൊന്ന് കാണാം. അപ്പോൾ അതാ നമ്മൾ പോത്താളെ കൂടെ കൊടുന്ന് കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ വലിയ വയറൊക്കെ നിറഞ്ഞ് കിടക്കാൻ തോന്നുന്നുണ്ട്. ഇതാ മോള് ഓളെ പോയി ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിപ്പോൾ ഇതാ നമ്മൾ വായ വെച്ചിട്ടുണ്ടായിരുന്നു പാടത്ത്. അപ്പോൾ ആ വായയിൽ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടൊന്ന് പോകാമെന്ന് കരുതിയാണ്ട് ഇറങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വില കെട്ടിയിട്ട് കണ്ടപ്പോൾ ഇവൾ കണ്ടോ ഇവളിട്ട് നല്ലോണം കളിപ്പിക്കുന്നുണ്ട് കേട്ടോ. പോത്തോളിട്ട ഓടിക്കണമുണ്ട്. അപ്പോൾ എന്താ ഇവിടെ എന്നിട്ട് നമ്മൾ വായ വെച്ചത്. എനിക്ക് 2 പാടുണ്ട്. ഒന്ന് വായ വെച്ചിട്ടുണ്ട്, ഒന്ന് പച്ചക്കറി വെക്കണം. നമ്മൾ പൂളയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിലിത് നമ്മളെ പാപ്പം കാക്കും ഇവിടെ പണിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ നിർത്തിയിട്ട് ഇങ്ങനെ ഉച്ചൻ്റെ ശേഷം നമ്മൾ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നതായിരുന്നു. അപ്പം മൂപ്പര് പണിയെടുക്കണം കൊണ്ട് കുറച്ച് നേരം ഇവിടെ വീഡിയോ എടുത്ത് അങ്ങനെ ഇരുന്നതാണ്. മൂപ്പർക്ക് പാടം നീച്ച ജീവനാണ് കേട്ടോ. പാടത്ത് എപ്പോഴും ഇങ്ങനെ തന്നെ പാടത്തേക്ക് ഇറങ്ങിക്കൊണ്ടാണ്. ഉച്ചൻ്റെ ടൈമും കൂടിയും ഒന്ന് റെസ്റ്റ് എടുക്കൂല. ആ വെയിലത്ത് ഉച്ച ടൈമിലും കൂടി മൂപ്പര് തീക്ക് ഇറങ്ങിപ്പോരും. പാടത്ത് പണിയെടുക്കാനുണ്ടെന്നും പറഞ്ഞതാണ്ട്. മൂപ്പരെ ലോകം തന്നെ ഇപ്പോൾ ഇതായി മാറിയിട്ടുണ്ട് കേട്ടോ. പച്ചക്കറി ചെറുപ്പം മുതലേ തന്നെയാണ്. പിന്നെ മൂപ്പരെ ഉപ്പാക്കും ഇതന്നെ ആയിരുന്നു പണി കേട്ടോ. പച്ചക്കറി ഇങ്ങനെ കൃഷി ഉണ്ടാക്കണ തന്നെയായിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ചെറുപ്പത്തിലുള്ള ശീലം തന്നെയാണ് കേട്ടോ ഇപ്പോഴും. അതിപ്പോഴും മാറിയിട്ടില്ല. അങ്ങനെ എപ്പോഴും പാടത്ത് രാവിലെ പണി കഴിഞ്ഞ് വന്നാൽ ആ ഉച്ചയ്ക്ക് പിന്നെയും പാടത്തൊക്കെ ഇറങ്ങി വന്നാണ്ട് പാടത്ത് പണിയെടുക്കും കേട്ടോ. പിന്നെ വൈകുന്നേരം ആകോളം പോത്താളും കൊണ്ട് അങ്ങോട്ട് ഇറങ്ങും. എന്നിട്ട് അവിടെ പാടത്തോട് കഴിഞ്ഞ സ്ഥലത്ത് പോത്താൾ കെട്ടിയിട്ടിട്ട് എന്താ അവിടെ അങ്ങനെ പണിയെടുക്കും കേട്ടോ. പിന്നെ അതാ ഇവിടെ ഒരു വായ കൊലച്ചിട്ടുണ്ട്. ഇത് റോബസ്റ്റ വായാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ വെച്ചത് നേന്ത്രവായയാണ്. ഇതിൻ്റെ മുന്നേ അവിടെ ഉള്ളതായിരുന്നു. അത് റോബസ്റ്റ ആണോ തോന്നുന്നുണ്ട്. റോബസ്റ്റ തന്നെയാണ് അത്. പിന്നെ അതാ നമ്മൾ റിജൂസും ഓനും പണിയെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്താ കൈക്കോട്ടേറ്റ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓനിപ്പച്ചിൻ്റെ പോലെ പണിയെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഏറ്റവും നിൽക്കുന്നത്. അപ്പോൾ ഓനോട് പറയണ്ട അബ്ജി അപ്പുറത്ത് കൊത്തിക്കോ, ഇപ്പച്ചിൻ്റെ അടുത്ത് ഇവിടെ കൊത്തല്ലേ എന്നാണ് കേട്ടോ പറയണത്. ഞാൻ ഇന്ന് നല്ല വോയിസ് ഇതിന്ന് കട്ട് ചെയ്താണ്ട് ഞാൻ വോയിസ് കൊടുത്തതാണ്. അങ്ങനെ അതാ അവിടെ ഒരു പണിയെടുക്കണ കുറച്ച് നേരം കണ്ടിരുന്ന് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ അപ്പുറത്തെ പാടത്തേക്ക് പോകണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ പൂളുണ്ട്, ആ പൂളിൽ പോയി നോക്കാണ്. അതിലേന്ന് നമ്മൾ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കി എന്നിട്ടതോ വെള്ളരി, വെണ്ടക്ക, പയർ, ചീര അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കിയിട്ടില്ലേന്നോ. ആ പാടത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടോക്കി. പച്ചക്കറി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെയാണ് അതിൽ നമ്മൾ പറിക്കണതും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുകൊണ്ട്. അപ്പോൾ ആ പാടം ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞാണ്ട് അത് പോയി നോക്കുകയാണ്. അതിലിപ്പോൾ പൂള തന്നെ കേട്ടോ. പൂളൊക്കെ വലിയതായി പറിക്കാനായിട്ടുണ്ട്. അപ്പോൾ പൂള ഞാൻ കാണിച്ചു തരാം എത്ര ആയി എന്നുള്ളത് കേട്ടോ. നമ്മളെ പോത്താളതവിടെ കുഴങ്ങി കിടക്കാൻ തോന്നുന്നുണ്ട്. പള്ളൊക്കെ ഫുള്ളായിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരത്തെ കൊടുന്ന് കെട്ടിയിട്ടതായിരുന്നു. അപ്പം ഇതാണ് പൂള കേട്ടോ. കണ്ടോ അത്രയും ആയി. ഇപ്പോൾ 2 മാസം കൂടി
ഒക്കെ കഴിഞ്ഞാൽ പൂള പറിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിലായിരുന്നു നമ്മൾ വെള്ളരിയൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ. വെള്ളരിയൊക്കെ പറിക്കണ വീഡിയോ ഒക്കെ ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ വെണ്ടക്ക, പയർ, അങ്ങനെ ചിരങ്ങ, അങ്ങനെ ഒരുപാട് പച്ചക്കറി ഇതിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പൂള വലിയതായപ്പം അതൊന്നും ഇപ്പം ഇനി ഇതിൽ ഇടാൻ പറ്റില്ല കേട്ടോ. ഇനി ഈ പൂള പറിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും പച്ചക്കറി തന്നെ ഉണ്ടാക്കും. അങ്ങനെ നമുക്ക് പാടത്തെ തന്നെ പച്ചക്കറിയൊക്കെ ആയിട്ട് അങ്ങനെ എന്നിട്ട് നമ്മളെ ജീവിതം അങ്ങനെ പോകണത്. പിന്നെ അതാ ഇപ്പുറത്തെ പാടത്ത് കണ്ടില്ല നിങ്ങൾ, വായയിൽ എന്താണ് കർമൂസ തൈ വെച്ചേക്കാണ് കേട്ടോ. ഒരു വരി ഫുള്ളായിട്ട് കർമൂസ തൈ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇത്ര വലുപ്പമായപ്പോൾ തന്നെ കായൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കർമൂസൊക്കെ നട്ടുണ്ടാക്കിയിരിക്കുകയാണ്. അങ്ങനെ ഇതപ്പോൾ ആ പാടത്ത് കണ്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഓളിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, പിന്നെ പോത്താളെടുത്ത് കുറച്ച് നേരം കൂടി ഒന്ന് കളിപ്പിക്കട്ടെ എന്നാണ്ട്. ഇവള് വല്ലാതിട്ട് പോത്താളെ കളിപ്പിക്കും കേട്ടോ. പോത്തന്നെ ഇവളെ വലിയ ഇഷ്ടമല്ലാന്ന് തോന്നുന്നുണ്ട്. ഓളെ കണ്ടാൽ കുത്താൻ ഓടി വരും കേട്ടോ. അപ്പോൾ ഓളങ്ങനെ അത് കാണാൻ വേണ്ടിയിട്ട് ഐറ്റങ്ങളിട്ട് ഇളക്കാനായിട്ട് പോകും ചെയ്യും. കണ്ടോളിട്ടോ, ഓളൈറ്റങ്ങളിട്ട് ഇളക്കണമെന്ന് കാണിച്ചു തരാം. അങ്ങനെ അതാ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ്. എന്താ പാടത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് അവിടെ കുറച്ച് നേരം കണ്ട് നല്ല രസമാണ് കേട്ടോ. 4 മണിക്ക് ശേഷം പാടത്ത് ഇങ്ങനെ ഇറങ്ങിയിരിക്കാൻ, അതിന് ആ പച്ചപ്പും ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കാൻ അതൊരു വേറൊരു വൈബ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ പാടം ഉള്ളവർക്കൊക്കെ അറിയുന്നുണ്ടാവും, ഈ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ആ പാടത്ത് നല്ല രസമാണ് ഇരിക്കാൻ. അപ്പോൾ അവിടെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തത് നമ്മൾ വീട്ടിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ കുഞ്ഞ് സ്വർഗ്ഗം. അപ്പോൾ ഞങ്ങളെ പാടത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാത്തവരേക്കും ബായ്, അസ്സലാം.